പരീക്ഷാ ഫീസിന്റെ മറവിൽ മദ്രസകളിൽ ചേളാരി വിഭാഗം നടത്തുന്ന കൊള്ള ചോദ്യം ചെയ്ത കണ്ണൂർ വട്ടപ്പോയിൽ സ്വദേശി ത്വാഹക്ക് ചേളാരി വിഭാഗത്തിന്റെ ക്രൂരമർദ്ദനം. സദർ മുഅല്ലിമും മദ്രസ കമ്മിറ്റി മെമ്പറും ചേർന്നാണ് ആക്രമിച്ചത്. തന്റെ കുട്ടികൾക്ക് അമിത ഫീസ് നൽകണമെങ്കിൽ സർക്കുലർ കാണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് സദർ മുഅല്ലിമും കമ്മിറ്റി മെമ്പറും ചേർന്ന് ആക്രമിച്ചത്. ചേളാരി കൊള്ളയെക്കുറിച്ച് ഇന്നലെ രാത്രി അദ്ദേഹം കെഎംഐസിയിൽ വിശദീകരിച്ചിരുന്നു. ചേളാരി മർദ്ദനമേറ്റ അദ്ദേഹം ഇന്ന് ആശുപത്രി കിടക്കയിൽ നിന്ന് കെഎംഐസി ന്യൂസിനോടൊപ്പം ചേരുന്നു. കണ്ണൂർ ജില്ലയിൽ വാരത്തിനടുത്ത് വട്ടപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലം, വട്ടപ്പൊയിൽ, ഏച്ചൂർ വട്ടപ്പൊയിൽ. എന്താണ് എന്നിട്ട് സംഭവിച്ചത്? എന്റെ മക്കൾ രണ്ടുപേര്, ഒരാൾ 2ാം ക്ലാസ്സിലും ഒരാൾ 5ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ അവര് മദ്രസയിൽ ഫീസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പോയ സമയത്ത് സദർ മുഅല്ലിം എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എത്ര പൈസ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 280 രൂപ. ഏതൊക്കെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് 280? കുട്ടികൾ 5ാം ക്ലാസ്സും 2ാം ക്ലാസ്സും. 5ാം ക്ലാസ്സും 2ാം ക്ലാസ്സും. 5ൽ എത്രയാണ്? 2ാം ക്ലാസ്സിൽ എത്രയാണ്? രണ്ടും ഒരേ റേറ്റ് ആണ്. 140, 140 രണ്ടും ഒരേ റേറ്റ് ആണ്, 280. ഓക്കെ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താണ് പറയൂ. ഞാൻ പൈസ കൊടുക്കുമ്പോൾ പറഞ്ഞു എനിക്ക് റെസീറ്റ് വേണം, അതുപോലെ നിങ്ങൾ സർക്കുലർ. അപ്പൊ സർക്കുലർ അയാൾ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ കോപ്പിക്ക് വെച്ചാൽ നാളെ തരാന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ അയാൾ പിറ്റേന്ന് ഇന്നലെ പോയ സമയത്ത് എന്നോട് പറഞ്ഞു ഇന്ന് ഇവിടെ കടയിൽ തുറന്നിട്ടില്ല, എടുക്കാൻ പറ്റില്ല, നാളെ ഞാൻ എടുത്ത് വെച്ചിട്ട് നാളെ കാലത്ത് പോകാന്ന് പറഞ്ഞു. സംഭവിച്ചു ഞാൻ അവിടെ 8:30 മണിക്ക് ഞാൻ അവിടെ സദറാടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കോപ്പി വേണം പോകാൻ. അയാൾ എന്നോട് പറഞ്ഞു കോപ്പി തരാൻ പറ്റൂല, അത് നിങ്ങൾ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടോളൂ. ഞാൻ പറഞ്ഞു കമ്മിറ്റിന്റെ അടുത്തല്ല പൈസ തന്നത്, പൈസ നിങ്ങളുടെ അടുത്താണ്, അപ്പോൾ നിങ്ങൾ എനിക്ക് അത് തരാൻ പറ്റൂല, അത് തരാനുള്ള ഓർഡർ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഓർഡർ ഇല്ലാന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കയ്യിലെ പൈസ തന്നത്. അപ്പോഴേക്ക് അവിടെ കമ്മിറ്റിയിലെ ഒരു മെമ്പർ, ഒരു നിസാർ എന്ന് പറഞ്ഞ നാസർ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഒരുപാട് പറയാൻ പറ്റാത്ത ചീത്തകൾ പറഞ്ഞ് ആ സ്പോട്ടിൽ എന്നെ അടിക്കാൻ വന്നു. ശരിക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സദർ അയാൾ മാഷാണ്, അയാൾ അറബിക്ക് മാഷാണ്. അയാളുടെ പേര് ഇബ്രാഹിം മാഷാണ്. അയാളാണ് അവിടുത്തെ സദർ. അയാൾ മുടി മാരകമായി അയാൾ ഞാൻ സംസാരിച്ചുകൊണ്ട് കേൾക്കുന്ന അടിച്ചെന്ന അങ്ങനെ അടിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ അവിടുത്തെ മുക്രി അവരൊക്കെ പിടിച്ചു വെച്ചു. സർക്കുലർ ആവശ്യപ്പെട്ടോ അടിക്കുകയാണ് ചെയ്തത്? ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സർക്കുലർ ആവശ്യപ്പെട്ടോ എന്നെ അടിച്ചവര്. എനിക്ക് കാലിനും വേദനയായിട്ട് നടുവിനെ ചവിട്ടിയത്, നടുവിന്. ഇപ്പൊ എവിടെയാണ്? ഹോസ്പിറ്റലിലാണുള്ളത്? കണ്ണൂർ AKG ഹോസ്പിറ്റലാണുള്ളത്. AKG ഹോസ്പിറ്റലിൽ 201 വാർഡിലുള്ളത്. കേസാക്കിയിട്ടുണ്ട്. കണ്ണൂര് അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നപ്പോൾ അവർ പോയി പെറ്റീഷൻ കൊടുത്ത് അവർ ആക്രമിക്കാൻ വന്നിട്ട് സ്റ്റേഷൻ എന്നോട് കാലത്ത് 12 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അതിന് ഞാൻ വന്ന് ഇവിടെ അഡ്മിറ്റ് ആയി. ഇപ്പൊ SI വിളിച്ചിട്ട് പറഞ്ഞു മറ്റന്നാളെ 4 മണിക്ക് നിങ്ങൾ അവരും വരണം, എന്നിട്ട് നമുക്കത് പറഞ്ഞു തീർക്കാം, കോൺഫറൻസ് അദ്ദേഹം സംസാരിച്ച് തീർത്ത് കളയാന്ന് പറഞ്ഞു. അതെ, ഞാൻ അതിൽ മാത്രമേ പോയി. ഞാൻ അവിടെ കമ്മിറ്റിയായിട്ട് എല്ലാം സഹകരിക്കുന്നതാണ്. എന്റെ മഹലിൽ എല്ലാ വിധത്തിലും എല്ലാ പൈസയും ഒരു കുടിശ്ശികവാക്കിയോ അല്ല അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഇതിന് ചോദിച്ചതാണ്. അത് ചോദിച്ചാൽ എന്നോട് അവൻ പറയാ നിന്റെ മക്കൾ നീ തിരക്ക്, നിന്റെ വീട്ടിൽ നിന്നെ പഠിപ്പിച്ചോ, ഇങ്ങോട്ട് അയക്കണ്ടാണ്. ഇന്ന് നിങ്ങളുടെ മക്കളെ ഇന്ന് മദ്രസയിൽ പഠിക്കാൻ അനുവദിച്ചിട്ടില്ല? ഇന്ന് മക്കളായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇവൻ പറഞ്ഞതാണ്, ഈ കമ്മിറ്റി മെമ്പർ എന്നോട് പറഞ്ഞതാണ്. ഞാൻ മക്കളെ അനുവദിച്ചില്ല. അവർ മദ്രസ വിട്ടതിന് ശേഷമാണ് 8:45 സംഭവം. ഈ എല്ലാവരും EKAP വിഭാഗം സംയുക്തമായി പഠിക്കുന്ന ഒരു മദ്രസ ആണോ അത്? അതെ, സംയുക്തമായി പഠിക്കുന്ന മദ്രസയാണത്. എന്തിന്റെ പേരിലാണ് ഇത്രയും കൂടുതൽ ഫീസ് അവർ ഈടാക്കുന്നത്? അവര് കേസ് ഈടാക്കുന്നത് ഞാൻ ഇന്നലെ പരിശോധിച്ച് നോക്കുമ്പോൾ 30 രൂപ അവര് സമസ്തന്റെ പൈസ, 20 രൂപ റേഞ്ച്. ഞാനത് അവരോട് സദറിനോട് പറഞ്ഞു ഈ സംഭവം ഈ പൈസ ഞാൻ തരും, റേഞ്ചിനും 30 രൂപ, അങ്ങനെ 50 രൂപ ഞാൻ തരും. ബാക്കി ജില്ലാ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ജില്ലയ്ക്കോ അല്ലെങ്കിൽ അതുപോലെ SKSDBക്കോ അതുപോലെ മറ്റുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കുട്ടികളാണോ മദ്രസയിൽ പഠിക്കുന്നത്? ഇങ്ങനെ
ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ മദ്രസയിൽ പഠിക്കുന്നത് നിങ്ങളുടെ? അത് എന്റെ മൂത്ത മോള് രണ്ടാമത്തെ ആൺകുട്ടി. മോള് SKSBVയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് SKSBVന്റെ പേരിൽ അവള് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം? ഇല്ല, അത് ഞാൻ പറഞ്ഞു എന്റെ മക്കൾ SKB എന്റെ മകൻ തന്നെ എന്റെ ഉസ്താദോട് പറഞ്ഞിട്ട് ഞാൻ SSന്റെ ആളാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എന്റെ മകന് SKBയിലൊന്നും ഉണ്ടാവില്ല, തിരിഞ്ഞിക്ക് പൈസ ഉണ്ടെന്നില്ലാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും പരീക്ഷാ ഫീസിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുക എന്നുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നത്. അതെ 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 അതെ. കണ്ണൂർ ജില്ലയിൽ മൊത്തമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഫീസിന്റെ സംവിധാനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലം നടക്കുന്നുണ്ട്. പക്ഷെ അവര് ചില സ്ഥലങ്ങളിൽ സഹോദരന്മാർ പറയുന്നത് നിങ്ങൾ തരുന്ന പൈസ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പറഞ്ഞ സ്ഥലങ്ങളിലുണ്ട്. മദ്രസകളിൽ പരീക്ഷാ ഫീസിന്റെ മറവിൽ ചേളാരി വിഭാഗം നടത്തുന്ന കൊള്ളക്കെതിരെ വ്യാപക പ്രതിഷേധം. കണ്ണൂർ ജില്ലയിൽ അമിത ഫീസ് പിരിക്കുന്നത് സംബന്ധിച്ച് KMIC ന്യൂസ് വാർത്ത പുറത്തുവിട്ടതോടെയാണ് വിഷയം സംസ്ഥാനമൊട്ടുക്കും ചർച്ചയായത്. സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ സംഭവം മാത്രമായിരുന്നു KMIC ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മറ്റു ജില്ലകളിലും ഇതുപോലെ ചേളാരി തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളിലും ഉയർന്ന തോതിൽ പരീക്ഷാ ഫീസ് കൊള്ള നടക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ ചേളാരി വിഭാഗത്തിന്റെ ആസ്ഥാന മന്ദിരം പണിയാനാണ് പരീക്ഷാ ഫീസിന്റെ മറവിൽ അധിക പിരിവ് നടത്തുന്നതെന്ന് കണ്ണൂർ ജില്ലയിലെ ചേളാരി മദ്രസയിലെ ഒരു സദർ മുഅല്ലിം പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ KMIC ന്യൂസിനോട് പറഞ്ഞു. ഇരുവിഭാഗവും ഒന്നിച്ച് നടത്തുന്ന മദ്രസയിൽ സംഘടനയ്ക്ക് വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും പിരിവ് നടത്തിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ചേളാരി വിദ്യാർത്ഥി സംഘടനയായ SKSBVക്ക് വേണ്ടിയും കലോത്സവത്തിനു വേണ്ടിയും പരീക്ഷാ ഫീസിന്റെ പേര് പറഞ്ഞ് പിരിവ് നടത്തുന്നുണ്ട്. തങ്ങളുടെ പെൺകുട്ടികൾ SKSBVയിൽ പ്രവർത്തിക്കുന്നില്ലല്ലോ, പിന്നെയെന്തിന് തങ്ങൾ അമിത ഫീസ് നൽകണമെന്ന രക്ഷിതാക്കളുടെ ചോദ്യത്തിന് ചേളാരി സമസ്തക്ക് മറുപടിയില്ല. പ്രതിഷേധത്തെ തുടർന്ന് പല മദ്രസകളിലും അമിത ഫീസ് വെട്ടിക്കുറച്ചതായും റിപ്പോർട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മദ്രസയിൽ ചേളാരി വിഭാഗം നടത്തുന്ന പരീക്ഷാ ഫീസ് കൊള്ളയെക്കുറിച്ച് ഒരു രക്ഷിതാവ് പറയുന്നത് കേൾക്കാം. കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി പഞ്ചായത്ത് ഏച്ചുകുന്ന് മഹലിലെ നെല്ലിക്കോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസ എന്ന സ്ഥാപനത്തില് ചേളാരി വിഭാഗം നടത്തുന്ന കൊള്ളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1-ാം ക്ലാസ് 100 രൂപ മുതൽ അവിടുന്ന് അങ്ങോട്ട് ക്ലാസ് ഉയരും തോറും 10 രൂപ ഉയർത്തി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് ചേളാരി വിഭാഗക്കാരുടെ അല്ലാത്ത കുട്ടികളിൽ നിന്നാണ് ഈ ഫീസ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെസീറ്റ് ആവശ്യപ്പെടുമ്പോൾ റെസീറ്റ് ഇല്ല എന്ന ധിക്കാരപരമായ മറുപടിയുമാണ് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഭീമമായ കൊള്ള തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുഭവസ്ഥരിൽ ഒരാളാണ് ഞാൻ. ഈ വിവരം നിങ്ങളെ അറിയിക്കുക. AP വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പിരിച്ച് ചേളാരിയിലെത്തിക്കുമെന്നും ആ ക്യാഷ് കൊണ്ട് AP വിഭാഗത്തിനെതിരെ പ്രവർത്തിക്കുമെന്നും കേസ് നടത്തുമെന്നും വേങ്ങാട് ചേളാരി വിഭാഗ മദ്രസയിലെ സദർ മുഅല്ലിം വാട്സ്ആപ്പ് സന്ദേശത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നി പ്രവർത്തകർ ഉയർത്തെഴുന്നേറ്റത്. മദ്രസകളിൽ ദഅവത്തിനൊരു കൈത്താങ് എന്ന പേരിൽ ചേളാരി വിഭാഗം പിരിവ് നടത്തിയത് ഖുർആനും മദ്രസയും കത്തിച്ചവർക്ക് വേണ്ടിയും നോളജ് സിറ്റിക്കെതിരെയും കേസ് നടത്താനാണെന്ന് പരക്കെ ആക്ഷേപമുയർന്നിരുന്നു. അതിനു പിന്നാലെയാണ് പരീക്ഷാ ഫീസിന്റെ മറവിൽ ഇത്തരമൊരു കൊള്ള നടക്കുന്നത്. ഇനി കർണാടകയിൽ ചേളാരി വിഭാഗം മദ്രസകളിൽ പിരിക്കുന്നത് എത്രയാണെന്ന് കേൾക്കാം. രക്ഷിതാവ് പറയട്ടെ. കർണാടകയിലാണ് ഇത്. പക്ഷേ ചേളാരി സമസ്തന്റെ കീഴിലുള്ള മദ്രസയാണ്. കർണാടകയിലാണ്. കാസർഗോഡ് അടുത്ത് കർണാടക കേരള അതിർത്തി പ്രദേശമായ ഈശ്വരമംഗലം എന്നുള്ള സ്ഥലത്തുള്ള മദ്രസയാണ്. അപ്പൊ ആ മദ്രസയിൽ നിന്ന് ഇവ പിരിച്ചതാണ്. 2-ാം ക്ലാസ്സിൽ 2-ലും 3-ലും 4-ലുമാണ് എന്റെ കുട്ടികൾ പഠിക്കുന്നത്. 2-ലുള്ള കുട്ടിക്ക് 60, 3-ലും 4-ലുള്ള കുട്ടികൾക്ക് 75 വീതമാണ് ഫീസ് ഈടാക്കിയിട്ടുള്ളത്. കർണാടകയിലാണ്. ചേളാരി സമസ്തന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയാണത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഇനി സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളിലെ പരീക്ഷാ ഫീസിനെ കുറിച്ച് സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം പ്രതികരിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മദ്രസിലെ ഫീസും അവരെ ഫീസും താരതമ്യം ചെയ്തിട്ട് ഇന്നലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒരു നല്ലൊരു ഇത് പ്രചരിക്കുന്നുണ്ട്. നമ്മളത് 16 മുതലാണ്. 1ാം ക്ലാസ്സിൽ 16, 2ാം ക്ലാസ്സിൽ 17, അങ്ങനെ തുടങ്ങിയിട്ട് 10ാം ക്ലാസ്സിൽ 25 വരെയാണ് ഫീസ് എന്നുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോ അതെന്താ അതിന്റെ സത്യാവസ്ഥ? നമ്മളെ ഫീസ് അത്രയൊക്കെ ഉള്ളൂ. കറക്റ്റ് 16 മുതലാണോ സ്റ്റാർട്ടിങ് 1ാം ക്ലാസ്സിൽ? 16 ഇല്ല, അതിന്റെയും താഴെ ആയിരിക്കും. അതെ, ഒന്ന് കറക്റ്റ് അറിയാന്ന് വെച്ചാല് നമ്മളെ ഫീസ് നമ്മളെ ഓഫീസിൽ വാങ്ങുന്നത് പിന്നെ ഒരു 1ാം ക്ലാസ്സിലൊക്കെ ഒരു ചെറിയ പൈസ നമ്മൾ ഫീസായിട്ട് വാങ്ങുള്ളൂ. പിന്നെ അത് പിന്നെ ജില്ലാ കമ്മിറ്റി, റേഞ്ച് കമ്മിറ്റി ഒക്കെ ചില സ്ഥലങ്ങളിൽ ചെറിയ പൈസ അവരെ സംഗതികൾ കിട്ടിയോളൂ. അങ്ങനെയാണ് 15 ആവല്. എന്നാലും അതിൽ കൂടുതലൊന്നുമില്ല. ഇല്ലല്ലേ? ഇപ്രാവശ്യത്തിന്റെ ഇത് കൃത്യമായിട്ട് പറയണത് നാളെ ഓഫീസിൽ പോയിട്ട് എന്റെ ഇത് മെയിൽ ചെയ്ത് തരാൻ കഴിയും. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് ഓഫീസ് ഉണ്ടാവില്ല? അലിബാബ തങ്ങളെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഫീസിനോടൊപ്പം ജില്ലയ്ക്ക് വേണ്ടിയും റേഞ്ചിന് വേണ്ടിയും അധിക ഫീസ് വാങ്ങിയാൽ തന്നെയും സുന്നി മദ്രസകളിൽ പരീക്ഷാ ഫീസ് 1ാം ക്ലാസ്സിൽ 20-ൽ താഴെ. അതേസമയം മദ്രസകളിൽ ചേളാരി വിഭാഗം ഇതേ ആവശ്യങ്ങൾ കൂടി ചേർക്കുമ്പോൾ 110 രൂപയാണ് ഈടാക്കുന്നത്. ഇവിടെയാണ് പരീക്ഷാ ഫീസിന്റെ മറവിൽ നടത്തുന്ന കൊള്ള വെളിച്ചത്താവുന്നത്.